രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു നിർമ്മാതാവ്, ഈ ആഴ്ച മറ്റൊരു നിർമ്മാതാവ്, ഒന്ന് ലാലേട്ടൻ്റെ സിനിമയുടെ നിർമ്മാതാവാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാവല്ല, നിർമ്മാതാവുമായിട്ട് ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരാൾ ലാലേട്ടൻ്റെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെക്കുറിച്ച് വിവാദത്തിന് തിരികൊളുത്തി വെക്കുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു. പിന്നീട് ആ സിനിമയുടെ നിർമ്മാതാവ്, അതായത് ഇപ്പോൾ തൽക്കാലം സിനിമയൊന്നും ചെയ്യാതെ സിനിമയൊക്കെ ഏതാണ്ട് മതിയാക്കി മാറി നിൽക്കുന്ന നിർമ്മാതാവ് തിരിച്ചു വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വേണ്ടി വരുന്നു. അതായത് 100 കോടി ബിസിനസ് കളക്ഷൻ കിട്ടി തൻ്റെ സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള രീതിയിലുള്ള ചർച്ചകൾ. ഇപ്പോൾ ഈ ആഴ്ച വേണു കുന്നപ്പള്ളി, അതായത് മാമാങ്കം എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയുടെ നിർമ്മാതാവ് വന്നിട്ട് 135 കോടിയുടെ പോസ്റ്റർ അടിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ സിനിമ 2-3 ദിവസം തിയേറ്ററിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നെന്നും പിന്നീട് ആ സിനിമയുടെ തിയേറ്ററിലെ തിരക്ക് വളരെ താഴോട്ട് പോയപ്പോഴത്തേക്ക് ആരൊക്കെ അദ്ദേഹത്തിനെ ഉപദേശിച്ചു, അതായത് ഒരു 135 കോടിയുടെ ഒരു പോസ്റ്റർ അടിക്കണം, അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ഒരു വലിയ വിജയമാണെന്ന് കണ്ട് തിയേറ്ററിലേക്ക് പ്രേക്ഷകരെത്തും. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പലരും അദ്ദേഹത്തിനെ ഉപദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാര്യം എന്നാലേ ഒരു സിനിമ വിജയിച്ചു എന്ന് കണ്ടിട്ട് ഈ പറഞ്ഞ കണക്ക് ആദ്യം ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു തിരക്ക് വീണ്ടും തിയേറ്ററിൽ അനുഭവപ്പെടത്തക്ക രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ആഴ്ച ടോമിൻ തച്ചങ്കരി തുടങ്ങി വെച്ച വിവാദത്തിന് മമ്മൂക്ക ഫാൻസുകാർ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചു. ലാലേട്ടൻ ഫാൻസിനെതിരെ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചിപ്പോൾ വീണ്ടും ലാലേട്ടൻ ഫാൻസുകാർ, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബുകാർ ഇന്നലെ നിരത്തി വീഡിയോ ഇടുന്നുണ്ട്. എന്നോടും പലരും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മാമാങ്കത്തിൻ്റെ കേക്ക് കട്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാത്തതെന്ന്. മാമാങ്കത്തിൻ്റെ കേക്ക് കട്ടിങ്ങിനെ കുറിച്ചും പുലിമുരുകൻ്റെ 100 കോടിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളാണ് സിനിമയായിട്ട്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൊവിനോ തോമസിൻ്റെ നാരദൻ എന്ന സിനിമയുടെ ആദ്യത്തെ ദിവസം കേക്ക് കട്ട് ചെയ്യുന്ന കണ്ടു. എനിക്കൊന്ന് ഡിയർ ഫ്രണ്ടോ ആ സിനിമയുടെയോ മറ്റോ, അതാണോ പച്ച വെളിച്ചോ, അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, നീലവെളിച്ചം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ദിവസം കേക്ക് കട്ട് ചെയ്യുന്ന കണ്ടു. അപ്പോൾ ഇവരൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്നാലും മമ്മൂക്കയിലും ലാലേട്ടനിലും ആയിരിക്കും കൂടുതൽ ശ്രദ്ധ. അതുപോലെ ഇപ്പം ഒടിയൻ എന്ന സിനിമയുടെ 100ാം ദിനം ആഘോഷം എന്നും പറഞ്ഞിട്ട് ഒരു കേക്ക് എടുത്തു വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വിഷ്വൽസ് നമ്മുടെ ഗൂഗിളിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മരക്കാർ എന്ന സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ നിന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ഈ സിനിമകളൊക്കെ കുറിച്ച് നമ്മൾ പറയണം. അതായത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ 100 കോടി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയം ബാക്കി വെക്കുന്ന, അതായത് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന, ബിസിനസ് കളക്ഷൻ അല്ല പുലിമുരുകൻ സിനിമ, അതുപോലെ ഒരു സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള വിജയത്തിലേക്കൊന്നും പോകാത്ത മാമാങ്കം സിനിമയുടെയും തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള അറബിക്കടലിൻ്റെ അറബിക്കടലിൻ്റെ സിംഹം മരക്കാർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ലാലേട്ടൻ്റെ മറ്റ് സിനിമകളെക്കുറിച്ചും ഒക്കെ ഉള്ള, അത് ഒടിയൻ എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ, അത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കാതെ പോയ ഒടിയൻ്റെയൊക്കെ കേക്ക് കട്ടിങ് ഇപ്പം കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇന്നിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്ക ഫാൻസിനെതിരെ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കെതിരെ ലാലേട്ടൻ്റെ ചില കടുത്ത അനുകൂലികളായിട്ടുള്ള യൂട്യൂബർമാർ വീഡിയോ ചെയ്യുമ്പം നാളെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ലാലേട്ടൻ പരാജയപ്പെട്ടു പോയ ഒടിയൻ്റെയും മരക്കാറിൻ്റെയൊക്കെ കേക്ക് കട്ടിങ്ങിൻ്റെ ഫോട്ടോസുമായിട്ടും മറ്റുള്ളവർ വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആരും മോശമല്ല. മമ്മൂക്കയുടെ സിനിമ മാത്രമല്ല, ലാലേട്ടൻ്റെ സിനിമ മാത്രമല്ല, ടോവിനോയുടെ സിനിമ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമക്കാർ ഇങ്ങനെ അത്തരത്തിലുള്ള കേക്ക് മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റുമായിട്ട് വരും, ഒടിയൻ പരാജയപ്പെട്ടെന്ന് ആര് പറഞ്ഞില്ല? ഒടിയൻ പരാജയപ്പെട്ടില്ല. ഒടിയൻ ആയിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 500 കോടി ക്ലബ്ബിലെത്തിയ സിനിമ. അതൊക്കെ സമ്മതിച്ചു തരാം. മാത്രമല്ല ഒടിയൻ ഒരു തരത്തിലും പരാജയപ്പെടാനുള്ള കാര്യമില്ല. കാര്യം ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നു ലാലേട്ടൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 500 കോടി ക്ലബ്ബിൽ കയറി നിങ്ങൾ സമ്മതിച്ചു തന്നാൽ പ്രശ്നമില്ലല്ലോ. പിന്നെ മരക്കാർ, ഇനി വേണമെങ്കിൽ ചോദിക്കും മരക്കാർ അതിന് പരാജയപ്പെട്ടോ എന്ന്. ഇല്ല, മരക്കാർ പരാജയപ്പെട്ടില്ല. 100 കോടി മുടക്കിയെന്ന് പറയുന്ന മരക്കാർ 1000 കോടി ക്ലബ്ബിലെത്തിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മരക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിജയങ്ങൾ ആ സിനിമകൾ നേടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മാമാങ്കത്തിൻ്റെയും കാര്യം 50 കോടി താഴെ ചിലപ്പം കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ 135 കോടി എന്നും പറഞ്ഞിട്ട് അടിച്ചിറക്കിയ ഒരു പോസ്റ്റർ. അപ്പോൾ ഈ ആഘോഷിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു സിനിമയെ മാത്രമല്ലല്ലോ, മറ്റു സിനിമകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. കാര്യം ഇപ്പം മാമകം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് മറ്റ് ലാലേട്ടൻ്റെ സിനിമകളും ടൊവിനോ തോമസിനെ പോലുള്ള സിനിമകളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനും ടൊവിനോ തോമസും ആണെന്ന് തോന്നുന്നത്. കാര്യം പരാജയപ്പെട്ട സിനിമകളുടെ പുറത്ത് ഏറ്റവും കൂടുതൽ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള അവർ 2 രൂപയെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റാരും അത്രയും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പം കട്ട് ചെയ്തിട്ടുണ്ടാവും, മമ്മൂക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല. കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവർ 2 പേരെയാണ്. കാര്യം ടൊവിനോ തോമസിൻ്റെ ഞാൻ എടുത്തു പറഞ്ഞ ഡിയർ ഫ്രണ്ടും നീലവെളിച്ചം പോലുള്ള സിനിമയ്ക്കും അല്ലെങ്കിൽ നാരദൻ പോലുള്ള സിനിമയ്ക്കും ഒക്കെ ഏതാണ്ടൊക്കെ സിനിമയ്ക്കൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്ത അടുത്ത വീഡിയോസും ഫോട്ടോസുമായിട്ട് മമ്മൂക്കയുടെ ആരാധകരും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരും. താങ്ക് യു.